ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ജൂൺ 27 തേഴ്സ്ഡേ ആണ്. ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടുന്നത് ചോലെ ഭട്ടൂരയാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 3/4 കപ്പ് പാല് വേണം. 3/4 കപ്പ് എന്ന് പറയുമ്പോൾ 120 ml ആണ്. 3/4 കപ്പ് പാല് വേണം. 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണം. 1.5 ടീസ്പൂൺ പഞ്ചസാര വേണം, ഷുഗർ വേണം. 240 ml കപ്പിൽ 3 കപ്പ് മൈദ വേണം. 3 ടേബിൾ സ്പൂൺ റവ വേണം. നമ്മൾ ഈ റവ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭട്ടൂരയ്ക്ക് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പ് വേണം. ഇനി ഇതൊരു 3 ടേബിൾ സ്പൂൺ തൈരാണ്, കേട്, അതും വേണം. അപ്പോൾ നമുക്ക് ഭട്ടൂര ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി കുറച്ച് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നല്ല ഇളം ചൂടുള്ള പാലാണ്, വാം മിൽക്കാണ്. 3/4 കപ്പ് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരണം. ഇളം ചൂടുള്ള പാല് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈസ്റ്റ് ഇത് ആക്റ്റീവായി കിട്ടില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കണം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് അത് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 3 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിന്ന് ചോലെ ഭട്ടൂരയും പനീർ ബട്ടർ മസാലയുമാണ് മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിനായി കൊടുത്തു വിടുന്നത്. ഞാനിന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിനായി കൊടുത്തു വിടുന്നത് ചോലെ ഭട്ടൂരയും പനീർ ബട്ടർ മസാലയുമാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം ആക്റ്റീവായിട്ട് വന്ന അതിലേക്ക് ആ കൂട്ടിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ, 3 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ നമ്മളിതാ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ വേണം കുഴച്ചെടുക്കണമെങ്കിൽ. ഇങ്ങനെ നമ്മളിതാ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം
എണ്ണ ചൂടാക്കി അതിൽ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഭട്ടൂര റെഡിയാവും. അപ്പോൾ നമുക്കിതൊന്ന്, നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കോട്ടൺ തുണി കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ടേബിൾ സ്പൂണും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് അടച്ചു വെക്കാൻ പോവാണ്. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ മാവ് ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ കോട്ടൺ തുണി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം തുറന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മളിതാ കോട്ടൺ തുണി വെച്ച് കൊടുത്തു. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. ഇന്ന് ജൂൺ 27 തേഴ്സ്ഡേ ആണ്. ടൈം ഇപ്പോൾ 4:26 AM ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് മക്കളൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് പനീർ കൊണ്ടുള്ള ഡിഷസാണ്. സ്നാക്സായി കൊടുത്തു വിടുന്നത് പനീർ മയോ ചീസ് സാൻഡ്വിച്ചും, ലഞ്ചിന് ചോലെ ഭട്ടൂരയും. അതിനായിട്ട് നമ്മളിതാ ഞാൻ 2 മണിക്കൂർ മുമ്പ് മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചിരുന്നു. ചോലെ ഭട്ടൂരയും പനീർ ബട്ടർ മസാലയുമാണ്. സ്നാക്സായിട്ട് പനീർ മയോ ചീസ് സാൻഡ്വിച്ചും പപ്പായ ഫ്രൂട്ടുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടാലോ? അപ്പോൾ നമ്മളിതാ 2 മണിക്കൂർ മുമ്പ് നമ്മുടെ ചോലെ ഭട്ടൂരയ്ക്ക് മാവ് കുഴച്ച് വെച്ചിരുന്നു. അതിപ്പോൾ അതങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്